Slid around my questions like a game you play. Dinner by the flame, came the lights a tease. Your vibe's electric, but you're hard to read. Snapped a moment, phone up for the frame. You turned away, said I don't feel beautiful enough. Heart's beating loud, but my head's on guard. Is it me you want or you're playing it hard? Oh, you're pulling me, got my heart in a sway. But every move you make feels like a game you play. Beauty's got a veil and I'm trying to see through. What's the truth behind the mystery of you? ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹൽദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീക്കെൻഡ് വ്ളോഗ് എടുക്കാൻ പോണത്. ഇന്ന് എത്ര ദിവസം? ഇന്ന് ജൂലൈ 4 കേട്ടോ, സാറ്റർഡേ. അപ്പം ഞാനും ആൻസിയും കൂടെ അപ്പം നോവ മോളിലേക്ക് പോവാണ്. ഇന്നലെ അവിടെ നല്ല റെയിനി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഇപ്പം ആക്ച്വലി സമ്മറാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു വീക്കായിട്ട് ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇന്നലെ ഫുൾ ഡേ ഇടിയും മഴയും. നമ്മുടെ നാട്ടിൽ ജൂണ് ആ സമയത്ത് ഒരു കാലാവസ്ഥ ഉണ്ടാവില്ലേ, രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എണീക്കാനും തോന്നൂല, ഭയങ്കര പൊതച്ച് മൂടി കിടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ ഇന്നലെ നല്ല സുഖസുന്ദരമായിട്ട് കുറേ നേരം കിടന്നുറങ്ങി. എനിക്കൊന്ന് 10 മണി വരെ ഞാൻ കിടന്നുറങ്ങി രാവിലെ. ഓരോരോ യോഗം അല്ലാണ്ട് എന്ത് പറയാനാ. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനത്തെ കാലാവസ്ഥയല്ല. പക്ഷേ ഇന്ന് രാവിലെ മഴ പെയ്തു എന്നാണ് ആപ്പ് പ്രകാരം പറയണത്. ഞാൻ കണ്ടില്ല, പുലർച്ചെ 4 മണിക്ക് അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ എന്തായാലും നോവയിലേക്കാണ് പോണത്. സോ ഇൻ 10 മിനിറ്റ്സ് ഒരു ബസ്സുണ്ട്. 10 മിനിറ്റ്സ് ഇല്ല, ഒരു 5 മിനിറ്റ്സിൽ ഒരു ബസ്സുണ്ട്. നമുക്ക് വേഗം അതെടുക്കാപ്പോഴത്തേക്ക് ആൻസി അങ്ങോട്ട് ജോയിൻ ചെയ്യും. നമ്മൾ ഭയങ്കര നേരത്തെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ഷട്ടറൊക്കെ തുറന്ന് വരുന്നുള്ളൂ. നമ്മളിങ്ങനെ വെൽക്കം ചെയ്യാം. അതെ. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് H&Mലേക്കാണ്. ഞങ്ങൾ വന്നത് എന്തിനാ അറിയോ? ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നിട്ട് ഒരു വാവയ്ക്കുള്ള കുഞ്ഞിക്കുപ്പായം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിക്കുപ്പായം. അത് ഞങ്ങൾ വാങ്ങിയത് 2 to 4 months. പക്ഷേ ഞങ്ങൾ ഇതുവരെ അവനെ മീറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മാറ്റി ഒരു 6 to 12 months അങ്ങനെ കുറച്ചും കൂടെ വലിയതെടുക്കാം, അല്ലെങ്കിൽ അവൻ്റെ സേഫർ ഓപ്ഷൻ ആണല്ലോ. അങ്ങനെ വന്നതാണ്. അങ്ങോട്ട് വന്നേ. നമ്മളെടുത്തു ഗൈസ് ആൻഡ് ഒരു ജിറാഫ്. കുഞ്ഞാണ് നോക്കണം. ഒരു സിറാജ് കൊള്ളാം. അപ്പം നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. ഇനി മാറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കുഞ്ഞിക്കുപ്പായം. ഒരു കുഞ്ഞിക്കുപ്പായം അതിൻ്റെ ഒരു കുഞ്ഞി തൊപ്പി. അത് മാറ്റി നമ്മൾ കുറച്ച് വലിയ കുപ്പായും കുറച്ച് വലിയ ടോയ് വാങ്ങിച്ചു. രണ്ട് ലിപ്സ്റ്റിക് വാങ്ങിച്ചു. 2 ലിപ്സ്റ്റിക് അല്ല, ഒരെണ്ണം ലിപ്സ്റ്റിക്കാണ്. ഒരെണ്ണം ഒരു പ്ലംബിങ് ലിപ് ഗ്ലോസാണ്, ലിപ് ഓയിൽ ഇൻ ജെൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഒരിങ്ങനെ കുറച്ച് ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉള്ള. ഇപ്പം ഞാൻ അതാണ് ചുണ്ടിലിട്ടേക്കണം. എന്നാണെങ്കിൽ 2 വെച്ച് കുറച്ച് പൈസയും പോയി. ആവശ്യമുള്ള സാധനമായിരുന്നു. അതെ. ഓക്കെ. എന്നിട്ട് ഞാൻ അവിടെ ഒരു കടയിൽ ദുബായ് വാഫിൾസ് കണ്ടു. പക്ഷേ ഇവളെയും കൊണ്ട് എവിടെയും പോയാൽ എൻ്റെ അച്ഛൻ്റെ കൂടെ പോണതിനേക്കാൾ കഷ്ടമാണ്. ഒരു സാധനം വാങ്ങാൻ ശ്രമിക്കില്ല. നമുക്കത് വേണ്ട. നമുക്ക് ഡയറ്റാണ്. പ്രലോഭനങ്ങൾ വരും. നമ്മൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുമ്പോൾ ഒരുവന്ന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ. നമ്മൾ ചുമ്മാ ഇവിടെ നടക്കുക കേട്ടോ, ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒന്നും വാങ്ങിക്കില്ല. ഇനി മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്നുള്ള ലിസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്നും വാങ്ങിക്കാനില്ല. ഒന്നുമില്ല. ഇങ്ങനെ തന്നെ എപ്പോഴും പറയാറ്.
വണ്ടി ഓടി. For more details, please contact ആൻസി Ansi & Co. For more details, please contact Ansi & Co. Moving company. Okay? യെസ്, നല്ല പൈസ ഉണ്ട് കേട്ടോ. ചെറുതെന്നല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയി. വി ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അതെ, ഇങ്ങനെ റോട്ടിലൊന്നും ഇടാറില്ല. അതെ. ഇത് ജസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി നിർത്തിയിട്ടത്. ഇങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ പൊന്നു പോലെ കൊണ്ട് ഗ്രീൻ റൂമിൽ ഇട്ട് തരും. എൻ്റെ ഇപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും ഫേവറേറ്റ് മീൽ ലഞ്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ ഞാനങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊന്നുമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ആൻഡ് ഡിന്നർ ഇപ്പം റൈസ് ഐറ്റംസ് ഇല്ല, ആൻഡ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറാണ്. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ആൻഡ് ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ട്. പക്ഷേ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലഞ്ച് ആകുമ്പോൾ റൈസ് കഴിക്കാം, കറി ഉണ്ടാവും, ഉപ്പേരി കഴിക്കാം, പിന്നെ എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് അങ്ങനെ. അപ്പം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചോറുണ്ട്, ആൻഡ് ഇത് ബീറ്റ്റൂട്ട് ദാൽ ആൻഡ് മുരിങ്ങക്കോലുള്ള കറിയാണ്. ബീറ്റ്റൂട്ട് പരിപ്പ് കറി എന്ന് പറഞ്ഞൊരു കറിയുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. അതിൻ്റെ കൂടെ മുരിങ്ങക്കോലും കൂടി ഉണ്ട്, അതും ഞാനൊരു ചാനൽ കണ്ടതാണ്. ആൻഡ് ഒരു പുഴുങ്ങിയ മുട്ടയാണ് എടുത്തത്. ഇത് ബ്രിഞ്ചോളാണ് കേട്ടോ. It's been so far. It's easy to look back and think about all of the things in my internship in my field. Finished my third year of university, all while doing my best to manage it and make it my own. So first I'm going to start with just decluttering my inbox, my files. This is so good. അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ആട്ടോ ഇത്. ഹലോ ഗൈസ്, ഒരു യൂട്യൂബിലാണോ? യൂട്യൂബ് പൂച്ചക്കുട്ടിക്ക് ക്ഷീണം, ബോധം കെട്ട് കിടക്കും. മെയിൽ ഐ ഡി അയച്ചു തന്നേക്ക് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്.
സോ സൺഡേ ആണ്. ലേറ്റായി ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നല്ല കേട്ടോ ഇന്നലെ കിടന്നത്. പക്ഷേ രാവിലെ ആയപ്പം നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ ഒന്നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എനിക്കിങ്ങനെ പുതച്ച് കിടക്കാൻ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുതച്ച് അങ്ങോട്ട് കിടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ദിവസമൊന്നുമല്ല കേട്ടോ. ഒരു വളരെ ചിൽ സൺഡേ ആണ്. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഈവനിങ് ആയിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട്, പിന്നെ പാത്രം കഴുകാനുണ്ട്. അതാണ് മെയിൻ പരിപാടി. ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാനുണ്ട്. ദെൻ ഒന്ന് മെയിൽ കഴുകണം. അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിക്കുന്നത് ഈ 1-2 കുഞ്ഞു ടാസ്കുകൾ ചെയ്യാനുണ്ട്. അതങ്ങനെ സമയം എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും വരയ്ക്കണം. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ വിചാരിക്കണത്. ഓൾസോ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത 2 വീഡിയോസും കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് കമൻറ്റ്സ് കണ്ടപ്പോൾ ഫീൽ ചെയ്തു. ഓൾസോ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും സെയിം ദാറ്റ് അവർക്ക് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആൻഡ് എനിക്ക് അങ്ങനെ ഒത്തിരി കമൻറ്റ്സ് ഒന്നും വരാറില്ല. എനിക്ക് എൻ്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം ഒരുപാട് വ്യൂസോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നതൊന്നും അല്ല എൻ്റെ ചാനൽ. അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യു ഡിസേർവ് മോർ വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. പക്ഷെ എന്താ അറിയില്ല, യൂട്യൂബിൻ്റെ അൽഗോരിതം എനിക്ക് മനസ്സിലാവണില്ല, അത് അങ്ങോട്ട് പുഷ് ആവുന്നില്ല. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ഓർത്തു. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെനിക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ചെടിയാണ് കേട്ടോ. അതെനിക്ക് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ഞാൻ ഇതിന് എന്ത് ചെയ്തു വെച്ചാൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിന് ചെറിയൊരു വാട്ടുണ്ട്. ബാക്കി ഇപ്പം എൻ്റെ കയ്യിൽ 5 ചെടികളുണ്ട്. 5 ഇങ്ങനെ വലിയ മോശമില്ലാണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ അതൊക്കെ തന്നെ. ഞാൻ ഈ വീക്ക് കുറച്ചും കൂടെ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്രോഷേ സപ്ലൈസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ. പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി കുറച്ചിങ്ങനെ വേറൊരു മൂഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മന്ത് എന്തായാലും ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നു. വാവ്, ഈ റൂമിലേക്ക് വളരെ കുറച്ച് സമയത്തെ വെയിൽ വരുള്ളൂ. ഞാൻ മുന്നേ നിന്നിട്ടുള്ള 2 റൂമുകളിലും നന്നായിട്ട് വെയിൽ വരുന്ന രീതിയിലായിരുന്നു അതിൻ്റെ വിൻഡോസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റൂമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് സൈക്കിൾ ഷെഡാണ്. അപ്പോൾ സൈക്കിൾ ഷെഡ് മറിഞ്ഞിട്ട് ഇങ്ങോട്ട് വെയിൽ വരില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നം. അതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോസിനും ഭയങ്കര വെളിച്ചം ഉണ്ടാവാറില്ല. പക്ഷെ പഴയ എൻ്റെ 2 റൂമിലും എപ്പോഴും ഈ ഒരു രീതിയിൽ സൺ ഉണ്ടാവുമായിരുന്നു. എന്നുവെച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തെങ്കിലും ആ ഒരു സമയത്തെങ്കിലും അങ്ങനെ കണ്ടോ പോയി. അതങ്ങനെ മായുമ്പോൾ അത് പോയി, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസത്തെ വീഡിയോസ് ഉണ്ടായിരുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ. ഈവൻ ദോ ഞാൻ ലാസ്റ്റ് റീസെറ്റ് വ്ളോഗ് ചെയ്ത സമയത്ത് ക്യാമറയിൽ നിന്നുള്ള ഫുട്ടേജസ് മാറ്റാനോട് മറന്നുപോയതല്ല, അന്ന് സമയം ഉണ്ടായില്ല അത്രയും നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന് പാരലായിട്ട് അത് ചെയ്തു. ഓൾസോ ഞാൻ 3 തംബ്നെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമോ എനിക്കറിയില്ല. ഇപ്പം ഈ വീഡിയോൻ്റെ തംബ്നെയിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ യൂഷ്വലി ഇപ്പം 3 തംബ്നെയിൽസ് ഇടാറുണ്ട്. ടെസ്റ്റ് റൺ എന്ന് പറയും. അപ്പം അതിന് വേണ്ടിയിട്ട് 3 തംബ്നെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് തന്നെ ഉണ്ടാക്കിയ തംബ്നെയിൽസ് ഭയങ്കര ഇഷ്ടമാവും. ചിലത് എനിക്ക് ഇഷ്ടമില്ല. ഇന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സ്പെഷ്യലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് വൺ നിങ്ങൾക്ക് ക്ലിയർ അല്ല അല്ലേ? ഇതായിരിക്കും ഞാൻ മെയിൻ തംബ്നെയിലായിട്ട് ഇടുക. എഡിറ്റിംഗ് കുറച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി മാവിൻ്റെ എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പം എന്നാണോ പോണത് അന്ന് പിന്നെ വേറൊരു പണിയില്ലല്ലോ, ജസ്റ്റ് പാക്ക് ചെയ്തത് എടുത്ത് പോയാൽ മതിയല്ലോ. ഓൾസോ ഞാൻ വിചാരിക്കേണ്ടത്, ഞങ്ങളൊരു കുഞ്ഞ് കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് കുറച്ച് ഫോട്ടോസ്, പോളറോയിഡ് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ചേച്ചീനെയും ചേട്ടനെ ഒട്ടിക്കാം, വാവിൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഒട്ടിക്കാം, ആൻഡ് വാവിൻ്റെ നൂലേട്ടിൻ്റെ ഫോട്ടോ ഒട്ടിക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കണത്. ഒരു 3 ഫോട്ടോ ഇതിനകത്തുള്ള ഒരു കുഞ്ഞ് കാർഡ്, ജസ്റ്റ് ദാറ്റ്. Staring at the tapestry above the bed you gave me, I still haven't washed my sheets, 'cause I still smell you in the bed you used to rest your head on. How the hell am I supposed to sleep? Can we both face our demons? Can we?
വേസ്റ്റ് കൊണ്ട് കളഞ്ഞു. അതിന് ശേഷം വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു, ഡിന്നർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ ഇപ്പം 3 days ഒക്കെ കൂടുമ്പോഴാണ് കുക്ക് ചെയ്യാറ്. അപ്പം ഞാൻ മെഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈഡേ പനീർ പാസ്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ 2 ദിവസത്തേക്കുള്ളത് ഫ്രിഡ്ജിലും വയ്ക്കും, 2 ദിവസത്തേക്കുള്ളത് ഫ്രീസറിലും വയ്ക്കും. അപ്പം ചിലപ്പം അടുപ്പിച്ച് കഴിക്കാൻ ഫീൽ ചെയ്തില്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കലുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോൾ അത് ചീത്തയായിട്ടൊന്നും ഉണ്ടാവില്ല ഫ്രീസറിലാണെങ്കിൽ. അപ്പം അങ്ങനെയാണ് ഡിന്നറിൻ്റെ കാര്യം. പിന്നെ വേറെ എന്താ, അതൊക്കെ തന്നെ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ഇരുന്ന് അമ്മനെ വിളിക്കും, എന്നിട്ട് ഞാൻ ഒന്നുകിൽ എന്തെങ്കിലും വരയ്ക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വായിക്കും. അങ്ങനെയാണ് പൊതുവേ വീക്കെൻഡ് ഉണ്ടാവാറ്. അപ്പം ഞാൻ എന്താണെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ടൊരു വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീക്കെൻഡ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.